ജോലിയുടെ കാര്യം കുറച്ച് സീനുണ്ട് നമ്മുടെ ടീമിന്റെ. കുറച്ച് പണിയാണ്. അടുത്ത മാസം തൊട്ട് വേറെ ജോലി നോക്കേണ്ടി വരുന്ന തോന്നുന്നത്. ഹലോ, കേൾക്കണില്ലേ? എടാ, ഞാൻ ഈ പറയാൻ പോണ കാര്യത്തിൽ നിനക്ക് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തും പിടിയും കിട്ടണില്ല. കുറെ പ്ലാൻ ചെയ്തു, കുറെ സ്വപ്നം കണ്ടു. ഇതായിപ്പോൾ എന്നെ പോലെ വീട്ടുകാർ, ഒരാൾക്ക് ബാൽക്കണി, ഒരാൾക്ക് പൂജാമുറി. എടാ, എനിക്ക് അറിയില്ലടാ, ഒരു ജോലിയാ. ഞാൻ എങ്ങനെ ഇതൊക്കെ? എടാ, നീ ഒന്ന് കൂളായേ, എന്നിട്ട് സമാധാനമായിട്ടിരുന്നൊന്ന് ആലോചിക്കുക എന്താ ചെയ്യാൻ പറ്റണത്. എടാ, ഇതുപോലെ തന്നെ എല്ലാവരും ഒരു വീട് പണിത് തീർക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട്. എത്ര പ്രശ്നങ്ങളിലൂടെ ഓരോരുത്തർ പോണേ. അതിൻ്റെ ഇടയ്ക്ക് പൈസ വരെ പറ്റിച്ചോണ്ട് പിന്നെയാണ് നിൻ്റെ ഈ പ്രശ്നം. എടാ, ഈ സ്ഥലം എപ്പോഴും വാങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് നടക്കൂലൊന്നും. ഇതന്നെ ആ പുള്ളിക്ക് എന്താ അത്യാവശ്യമുള്ള പീരീഡിന് കുറച്ച് കൊടുക്കണേ. പറഞ്ഞ ഡേറ്റിന് ബാക്കി പൈസയും കൊടുത്തേക്ക് പിന്നെ ഒപ്പിട്ടെങ്കിൽ പുള്ളി അത് കിട്ടണ കാശ് ആർക്കെങ്കിലും കൊടുക്കും. എടാ, നീ പുള്ളിനോട് നൈസായിട്ടൊന്ന് സംസാരിച്ചു നോക്ക്. എടാ, നടക്കൂലടാ, അയാൾക്ക് എന്താ അത്യാവശ്യമാണെന്നാ പറഞ്ഞേ. അല്ല, നിനക്ക് എത്ര കോടി വേണോ? നീ മൊത്തം ഒരു 8 ലക്ഷം വേണം. എൻ്റെ ഒരു 4 ലക്ഷം ഉണ്ടാവും, പക്ഷെ ഇനിയും വേണം ഒരു 4. അതായത് മറ്റന്നാളത്തേക്ക് മുമ്പേ നിനക്കൊരു 4 ഒപ്പിക്കണം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അങ്ങനെ. എടാ, ബാക്കിയെല്ലാം സെറ്റാ. സ്ഥലം വാങ്ങാൻ പറ്റിയ പിന്നെ കട്ടയ്ക്ക് കൊടുക്കാൻ ആളുണ്ട്. ഒരു പ്ലാൻ തൊട്ടെല്ലാം നമ്മുടെ പച്ചയിൽ ചെയ്തു തരും, അതെനിക്ക് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ നീ ബാക്കി പരിപാടി വയ്ക്കോ. 4 രൂപ ഞാൻ റെഡിയാക്കി തരാം. എങ്ങനെ? അതൊക്കെ ഉണ്ട്. തൽക്കാലം നീ ബാക്കി കാര്യങ്ങൾ നോക്ക്. ഇത് ഞാൻ റെഡി ആയിക്കോളാം.